നമ്മൾ ഈ വീഡിയോയിൽ കാറ്റഗറി 3യുടെ മാത്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. മാത്സിൽ 80 മാർക്സും അഥവാ 80 മാർക്സും പ്രോബ്ലംസ് ആകുമ്പോൾ അത് പലർക്കും അഡ്വാൻറ്റേജ് ആയിരിക്കും, എന്നാൽ ചിലർക്ക് അതൊരു ബുദ്ധിമുട്ടും ആയിരിക്കും. ബാക്കിയുള്ള സബ്ജക്ട്സ് എന്ന് വെച്ചാൽ നാച്ചുറൽ സയൻസിനെയും ഫിസിക്കൽ സയൻസിനെയും അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് കുറേയൊക്കെ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എന്നാൽ മാത്സിൽ പലതും ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. സിലബസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ജിയോമെട്രി, ട്രിഗ്നോമെട്രി, ഓൾജിബ്ര ഇതെല്ലാം ആപ്ലിക്കേഷണൽ മാത്തമാറ്റിക്സിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഡിഗ്രി മാത്സ് പഠിച്ച ഒരാൾക്ക് അറ്റൻഡ് ചെയ്യാനുള്ള എക്സാം ആകുമ്പോൾ അത്തരത്തിലുള്ള ഡിഫിക്കൽറ്റിയും എക്സ്പെക്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്കറിയാം എക്സാം വരുന്നത് ഡിസംബർ ലാസ്റ്റിലാണ്. ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ഒരു കോഴ്സിൽ നിങ്ങളുടെ കംപ്ലീറ്റ് സിലബസും കവർ ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ മാക്സിമം പ്രോബ്ലംസ്, അത് പ്രീവിയസ് ഇയർ പ്രോബ്ലംസ് ആണെങ്കിലും അതുപോലെ തന്നെ സാമ്പിൾ ക്വസ്റ്റ്യൻസും നമ്മൾ ഈ ഒരു ക്രാഷ് കോഴ്സ് വഴി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പോരാത്തതിന് നിങ്ങൾക്ക് ഓൺലൈൻ എക്സാമുകളും മറ്റും ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ഈ ഒരു കോഴ്സ് നമ്മൾ കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ലതിത ഷെറിൻ. ജിയോമെട്രിയിലെ സോളിഡ്സിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് സോളിഡ്സിന് എന്തെല്ലാം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നതെന്ന്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ അതിൻ്റെ വോളിയം കാണാൻ ചോദിക്കും, അല്ലെങ്കിൽ സർഫസ് ഏരിയ. ഏതെങ്കിലും ഒരു ഘനരൂപമായിരിക്കും അതിൻ്റെ വോളിയമോ സർഫസ് ഏരിയയോ കാണാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് കാണാറുള്ളത്. അത് ഡയറക്റ്റ് ചോദിക്കണമെന്നില്ല. ചിലപ്പോൾ ഒരു രൂപം തന്നിട്ട്, ഒരു ഘനരൂപം തന്നിട്ട് അതിൽ എത്ര ക്വാണ്ടിറ്റി വാട്ടർ കൊള്ളും, അല്ലെങ്കിൽ വേറൊന്നിനെ പെയിന്റ് ചെയ്യാൻ എത്ര ലിറ്റർ പെയിന്റ് വേണം, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അപ്പോൾ നമുക്ക് നോക്കാം പ്രധാനപ്പെട്ട സോളിഡ്സും അവയുടെ സർഫസ് ഏരിയയും വോളിയവും എങ്ങനെയാണ് കാണുന്നത് നോക്കണ്ട. നമുക്ക് അവയുടെ ഇക്വേഷൻസ് നോക്കാം. ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് സോളിഡ്സിനെ പ്രധാനമായിട്ടും 2 ഭാഗമായിട്ട് തിരിക്കാം. അപ്പോൾ ഏതൊക്കെയാണ്? പ്രിസം ആൻഡ് കോൺസ്. പ്രിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, മുകളിൽ തൊട്ട് താഴെ വരെ ഒരേ ഡയമെൻഷൻ ആയിരിക്കും. താഴെ ഒരു ത്രികോണമാണെങ്കിൽ അതേ ത്രികോണം തന്നെ ആയിരിക്കും മേലെ. അത് നിങ്ങൾ പഠിച്ചിട്ടില്ലേ, സ്തംഭങ്ങൾ, അതാണ് പ്രിസത്തിൽ വരുന്നത്. കോണ് നമുക്കറിയാം, സർക്കുലർ കോണ്, പിരമിഡ്, സ്തൂപിക എന്ന് പറയില്ലേ, താഴെയുള്ളത് ഒരു സർക്കിൾ ആണെങ്കിൽ മുകളിലെത്തുമ്പോൾ അതൊരു പോയിന്റ് ആയിരിക്കും. പിരമിഡും അതുപോലെ തന്നെയാണ്, താഴെയുള്ളത് സ്ക്വയർ ആണെങ്കിൽ മുകളിലെത്തുമ്പോൾ അത് കോണായിരിക്കും. അപ്പൊ നമുക്ക് ആദ്യം പ്രിസത്തിന്റെ മൊത്തത്തിൽ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാം ഈസി ആയിരിക്കും. അങ്ങനെ തന്നെ നമുക്ക് നോക്കാം. ആദ്യം പ്രിസം എടുക്കാം. പ്രിസത്തിന്റെ വോളിയം എങ്ങനെ കാണുന്നുള്ളതാണ്. അപ്പോൾ വോളിയത്തിന് ഇക്വേഷൻ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഏത് തരത്തിലുള്ള പ്രിസം ആയിക്കോട്ടെ അതിന്റെ വോളിയത്തിനുള്ള ഇക്വേഷൻ ആണ് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. നമുക്ക് നോക്കാം, ഓരോന്നിന്റെ നോക്കാം. ഞാനിവിടെ 3 പ്രിസം എടുത്തിട്ടുണ്ട്. ഒന്നൊരു സ്ക്വയർ പ്രിസം ആണ്, മറ്റൊന്ന് ഒരു ട്രയാങ്കുലർ പ്രിസം, ആൻഡ് വൺ സർക്കുലർ പ്രിസം അല്ലെങ്കിൽ ഒരു സിലിണ്ടർ ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ വോളിയം എങ്ങനെയാ കാണുന്നത് നോക്കാം. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, താഴെയുള്ള ജോമെട്രിക്കൽ ഫിഗറിന്റെ ഏരിയ അറിയാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ ഫസ്റ്റ് വൺ സ്ക്വയർ പ്രിസം. സ്ക്വയറിന്റെ ബേസ് എന്താണ്? സ്ക്വയർ ആണ്. ഈ പ്രിസത്തിന്റെ ബേസ് സ്ക്വയർ ആണ്. ഒരു വശം എ ആണെങ്കിൽ ഇതിന്റെ ബേസ് ഏരിയ വരുന്നത് എ സ്ക്വയർ ആണ്. അപ്പൊ വോളിയം എന്ത് വരും? എ സ്ക്വയർ എച്ച്. അടുത്തത് ട്രയാങ്കുലർ പ്രിസം. ബേസ് ഒരു ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിളിന്റെ ഈ സൈഡ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഇത് ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട്, പിന്നെ ഇങ്ങോട്ടുള്ള ഹൈറ്റ് അത് ക്യാപിറ്റൽ എച്ച് ആണെന്നും കരുതാം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വോളിയം വരുന്നത് ബേസ് ഏരിയ എന്താ ട്രയാങ്കിളിൻ്റെ? ഹാഫ് BH. ഞാനിവിടെ ക്യാപിറ്റൽ എച്ച് ആണ് ഇട്ടിട്ടുള്ളത്, ഇൻറ്റു ഹൈറ്റ്. ഇതാണ് ട്രയാങ്കുലർ പ്രിസത്തിന്റെ വോളിയം. നെക്സ്റ്റ് വൺ സിലിണ്ടർ. സിലിണ്ടറിന്റെ ബേസ് എന്താണ്? സർക്കിൾ ആണ്. സർക്കിളിന്റെ ഏരിയ പൈ ആർ സ്ക്വയർ. റേഡിയസ് R ആണ്. വോളിയം ഇൻറ്റു ഹൈറ്റ്. ഇത്രയേ ഉള്ളൂ വോളിയം കാണാൻ. ബേസ് ഏരിയ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. സ്ക്വയറും ട്രയാങ്കിളും സർക്കിളും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കുലർ പ്രിസം ആണെങ്കിലോ, 3 സൈഡും ഈക്വൽ ആയിട്ടുള്ള, ബേസിന്റെ 3 സൈഡും ഈക്വൽ ആയിട്ടുള്ള ഒരു ട്രയാങ്കുലർ പ്രിസം ആണെങ്കിൽ അതിന്റെ വോളിയം എങ്ങനെ വരുന്നത്? ഇക്വലാറ്ററൽ ട്രയാങ്കുലർ പ്രിസത്തിന്റെ വോളിയം ബേസ് ഏരിയ, ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ എന്താണ്? √3/4 A സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് ആയിരിക്കും ഇക്വലാറ്ററൽ ട്രയാങ്കുലർ പ്രിസത്തിന്റെ വോളിയം. നെക്സ്റ്റ് വേണ്ട ഒരു റെക്ടാങ്കുലർ പ്രിസം ആണെങ്കിലോ, റെക്ടാങ്കുലർ പ്രിസം ആണെങ്കിൽ
റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് പിന്നെ ഇൻറ്റു ഹൈറ്റ്. ഇനി ഒരു ട്രപ്പീസിയം പ്രിസം, ബേസ് ട്രപ്പീസിയം ആയിട്ടുള്ള പ്രിസം ആണെങ്കിലോ എങ്ങനെയാണ് വരുന്നത്? ട്രപ്പീസിയത്തിൻ്റെ ഏരിയ, ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 പാരലൽസ് ആയിട്ടുള്ള ഒരു ഫിഗർ ആണ്. ഇതിൻ്റെ പാരലൽ സൈഡ്സിൻ്റെ ലെങ്ത് എയും ബിയും ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എച്ചും ആണെങ്കിൽ ഏരിയ എന്താണ്? ഹാഫ് എ പ്ലസ് ബി ഇൻറ്റു എച്ച് ആണ്. അപ്പോൾ ഇതിൻ്റെ വോളിയം വരുന്നത്, ട്രപ്പീസിയം പ്രിസത്തിൻ്റെ വോളിയം വരുന്നത് ബേസ് ഏരിയ ഹാഫ് എ പ്ലസ് ബി ഇൻറ്റു എച്ച്. ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എച്ച് ഇൻറ്റു നമ്മുടെ മെയിൻ ആ പ്രിസത്തിൻ്റെ ഹൈറ്റ്. ഇതാണ് ട്രപ്പീസിയം പ്രിസത്തിൻ്റെ വോളിയം വരുന്നത്. അപ്പോൾ ഈ ഓരോ ഫിഗേഴ്സിൻ്റെ വോളിയവും അതേപോലെ സർഫസ് ഏരിയയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ടേബിൾ ഞാൻ നൽകാം. അപ്പോൾ അത് നോക്കി പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ കോൺസെപ്റ്റ് തന്നേ ഉള്ളൂ. വോളിയം ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. Find the volume of a regular hexagonal prism with a side 4 cm and height 9 cm. ഒരു റെഗുലർ ഹെക്സഗണൽ പ്രിസത്തിന്റെ വോളിയം കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു സൈഡിന്റെ നീളം 4 സെന്റിമീറ്റർ ആണെന്നും ഹൈറ്റ് 9 സെന്റിമീറ്റർ ആണെന്നും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെ കാണുന്നത്. റെഗുലർ ഹെക്സഗൺ ആണ്. റെഗുലർ ഹെക്സഗന്റെ പ്രത്യേകത എന്താണ്? 6 സൈഡും ഈക്വൽ ആയിരിക്കും. 6 സൈഡും ഈക്വൽ ആയിട്ടുള്ള ഒരു ഹെക്സഗൺ പ്രിസം. അതിൻ്റെ ഹൈറ്റ് തന്നിട്ടുള്ളത് 9 സെന്റിമീറ്റർ. ഹൈറ്റ് 9 സെന്റിമീറ്റർ. ഒരു സൈഡിന്റെ ലെങ്ത് 4 സെന്റിമീറ്റർ. ഇതാണ് തന്നിട്ടുള്ളത്. ഇതിന്റെ വോളിയം കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വോളിയം കാണാൻ നമുക്ക് ബേസ് ഏരിയ അറിഞ്ഞിരിക്കണം. ഹെക്സഗണിന്റെ ബേസ് ഏരിയ എങ്ങനെയാണ് കാണുന്നത്? ഇതൊരു റെഗുലർ ഹെക്സഗൺ ആയതുകൊണ്ട് തന്നെ വളരെ ഈസിയാണ്. നോക്കാം. ഒരു റെഗുലർ ഹെക്സഗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 ഈക്വലാറ്ററൽ ട്രയാങ്കിൾസ് കൂടിച്ചേർന്നതാണ്. ഇതിന്റെ എല്ലാം ഡയഗണൽസ് വരയ്ക്കുകയാണെങ്കിൽ ഇതാ 6 ഈക്വലാറ്ററൽ ട്രയാങ്കിൾസ് 1 2 3 4 5 6 6 സമഭുജ ത്രികോണങ്ങൾ കൂട്ടി യോജിപ്പിച്ച് കിട്ടുന്ന ഒരു ഫിഗർ ആണ് ഒരു സമഷഡ്ഭുജം അല്ലെങ്കിൽ റെഗുലർ ഹെക്സഗൺ. അപ്പൊ ഇതിന്റെ ഏരിയ കാണാൻ ഇതിൽ ഏതെങ്കിലും ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടാൽ മതി. ഏതെങ്കിലും ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടിട്ട് അതിനെ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമുക്കറിയാം ഒരു സൈഡ് 4 സെന്റിമീറ്റർ ആണ്. ഈ 4 സെന്റിമീറ്റർ സൈഡുള്ള ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ നമുക്ക് കാണാൻ കഴിയും. √3/4 a² അല്ലേ? √3/4 a². അപ്പോൾ √3/4 ഇൻറ്റു 4 ഇൻറ്റു 4 ആൻസർ വരുന്നത് 4√3. ഇത് ഒരു ട്രയാങ്കിളിന്റെ ഏരിയ ആണ്. നമുക്ക് ഹെക്സഗന്റെ ഏരിയ കാണാനാണെങ്കിൽ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഹെക്സഗന്റെ ബേസ് ഏരിയ അഥവാ ബേസ് ഏരിയ എന്താ വരുന്നത്? 6 ഇൻറ്റു 4√3. അത് വരുന്നത് 24√3. 24√3 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഇനി നമുക്ക് കാണേണ്ടത് വോളിയം ആണ്. ബേസ് ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ വോളിയം കാണാൻ വളരെ ഈസിയാണ്. നമുക്കറിയാം ഹൈറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ വോളിയം ഇസ് ഈക്വൽ ടു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ബേസ് ഏരിയ 24√3 ഇൻറ്റു 9. 24√3 ഇൻറ്റു 9 അത് വരുന്നത് 216 ഇൻറ്റു √3 സെന്റിമീറ്റർ ക്യൂബ്. 216√3 സെന്റിമീറ്റർ ക്യൂബ് ആണ് റെഗുലർ ഹെക്സഗണൽ പ്രിസത്തിന്റെ വോളിയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് എ ഹോളോ സിലിണ്ടർ ഹാവിംഗ് ഇന്നർ റേഡിയസ് 3 സെന്റിമീറ്റർ ആൻഡ് ഔട്ടർ റേഡിയസ് 5 സെന്റിമീറ്റർ. H is equal to 10 cm. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു ഹോളോ സിലിണ്ടർ ആണ്. ഹോളോ സിലിണ്ടറിന്റെ ഇന്നർ റേഡിയസും തന്നിട്ടുണ്ട്, ഔട്ടർ റേഡിയസും തന്നിട്ടുണ്ട്. ഹോളോ സിലിണ്ടർ, ഈ ഹോളോ സിലിണ്ടറിന്റെ അല്ലെങ്കിൽ പൈപ്പ് എന്ന് പറയും, പൈപ്പിന്റെ വോളിയാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് ഇതിന്റെ ബേസ് ഏരിയ കണ്ടുപിടിക്കണം. ബേസ് ഏരിയ എങ്ങനെ കാണാം? ഒരു സർക്കിൾ ആയിരിക്കും. ഓക്കെ, ഇതിന്റെ ഔട്ടർ റേഡിയസ് 5 cm ആണ്, ഇന്നർ റേഡിയസ് 3 സെന്റിമീറ്റർ ആണ്. അപ്പം നമുക്ക് ബേസ് ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു പോർഷന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, വലിയ സർക്കിളിന്റെ ഏരിയ നിന്ന്
ചെറിയ സർക്കിളിന്റെ ഏരിയ കുറച്ചാൽ മതി. ഇത്രയും വലിയ സർക്കിളിന്റെ ഏരിയ നിന്ന് ചെറുതിൻ്റെത് കുറച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോർഷന്റെ ഏരിയ നമുക്ക് കിട്ടും. അപ്പോൾ ബേസ് ഏരിയ വരുന്നത് വലിയ സർക്കിളിന്റെ ഏരിയ പൈ ഇൻറ്റു 5 സ്ക്വയർ പൈ ആർ സ്ക്വയർ മൈനസ് ചെറുതിൻ്റെത് പൈ ഇൻറ്റു 3 സ്ക്വയർ. അപ്പോൾ 25 പൈ മൈനസ് 9 പൈ വരും. 16 പൈ ആണ് ഈ റിങ്ങിന്റെ ഏരിയ. ഇനി നമുക്ക് വോളിയം കണ്ടുപിടിക്കണം. വോളിയം കണ്ടുപിടിക്കാൻ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. 16 പൈ ഇൻറ്റു ഹൈറ്റ് തന്നിട്ടുണ്ട്. ഹൈറ്റ് എത്രയാണ്? 10 സെന്റിമീറ്റർ. 10. അപ്പോൾ 160 പൈ സെന്റിമീറ്റർ ക്യൂബ്. ഇതാണ് ഈ ഹോളോ സിലിണ്ടറിന്റെ വോളിയം. അടുത്ത് വരുന്നത് പ്രിസത്തിൽ തന്നെ ഒരു സ്പെഷ്യൽ കാറ്റഗറിയാണ് ക്യൂബ്. എല്ലാവർക്കും അറിയായിരിക്കും. എല്ലാ വശവും ഒരുപോലെയുള്ള ജാമിതീയ രൂപത്തിനെയാണ് നമ്മൾ ക്യൂബ് എന്ന് പറയുന്നത്. ഇതിൽ ഒരു സൈഡിന്റെ നീളം എ ആണെങ്കിൽ വോളിയം നമുക്കറിയാം എ ക്യൂബ് ആണ്. പിന്നെ ക്യൂബിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടോട്ടൽ 6 ഫേസ് ആണ്. അതുപോലെ 8 കോർണേഴ്സ് ആണ്. പിന്നെ ഉള്ളത് 12 എഡ്ജസ്. എഡ്ജസിന്റെ എണ്ണം 12 ആണ്. 1 2 3 4 5 6 7 8 അങ്ങനെ ബാക്കി 4 എണ്ണം ബാക്ക് സൈഡിലുണ്ടാകും. അപ്പോൾ 6 ഫേസസ് 8 കോർണേഴ്സ് 12 എഡ്ജസ്. പിന്നെ പറയാനുള്ളത് ഒരു ക്യൂബിന്റെ വികരണത്തിന്റെ നീളം, ഒരു ഫേസ് ക്യൂബിന്റെ ഒരു ഫേസിന്റെ വികരണത്തിന്റെ നീളം, ഡയഗണലിന്റെ നീളം √2a ആയിരിക്കും. എന്നാൽ ഒരു ക്യൂബിന്റെ വികരണം എന്ന് പറയുമ്പോൾ ക്യൂബിന്റെ ഈ കോർണറിൽ നിന്ന് അപ്പുറത്തെ കോർണറിലോട്ട് ഓപ്പോസിറ്റ് ഭാഗത്തുള്ള കോർണറിലോട്ടുള്ള നീളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയഗണലിന്റെ നീളം √3a ആണ്. ഒരു വശത്തിന്റെ നീളം എ ആണെങ്കിൽ അതിന്റെ √3 ടൈംസ് ആണ് ഒരു ഡയഗണലിന്റെ നീളം. ഇത്രയാണ് ക്യൂബിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി നമുക്ക് പ്രിസത്തിന്റെ സർഫസ് ഏരിയ എങ്ങനെ കാണുന്നു നോക്കാം. അത് കർവ്ഡ് സർഫസ് ഏരിയ. നമ്മൾ വോളിയം നമ്മൾ പറഞ്ഞു എങ്ങനെയാണ്? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. വോളിയം കാണൽ എങ്ങനെയാണ്? ബേസ് എന്താ നോക്കുക, ബേസിന്റെ ഏരിയ കാണാം ഇൻറ്റു ഹൈറ്റ്. ഇവിടെ നമ്മൾ സർഫസ് ഏരിയ അഥവാ കർവ്ഡ് സർഫസ് ഏരിയ കാണാൻ നമ്മൾ കാണേണ്ടത് ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആണ്. എന്താണ് ബേസ് നോക്കുക, അതിന്റെ പെരിമീറ്റർ കാണാം, എന്നിട്ട് അതിനെ ഹൈറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് കർവ്ഡ് സർഫസ് ഏരിയ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു സ്ക്വയർ പ്രിസം ആണെങ്കിൽ സ്ക്വയർ പ്രിസത്തിന്റെ കർവ്ഡ് സർഫസ് ഏരിയ അത് വരുന്നത് അതിന്റെ ബേസ് പെരിമീറ്റർ. സ്ക്വയർ ആയതുകൊണ്ട് തന്നെ അതിന്റെ ഒരു വശം എ ആണെങ്കിൽ അതിന്റെ പെരിമീറ്റർ വരുന്നത് 4a ആണ്. 4a ഇൻറ്റു ഹൈറ്റ് ആയിരിക്കും അതിന്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് വെച്ചാൽ പാർശ്വവശങ്ങളുടെ ഉപരിതല വിസ്തീർണം. നമ്മളോട് ആകെ ഉപരിതല വിസ്തീർണമാണ് കാണാൻ ചോദിച്ചതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ കർവ്ഡ് പോർഷൻ കാണാം, പാർശ്വവശങ്ങളത് കാണാം. എന്നിട്ട് ബേസ് ഏരിയ, ബേസ് ഒരു സ്ക്വയർ ആയതുകൊണ്ട് തന്നെ a സ്ക്വയർ ആയിരിക്കും. ടോപ്പും അതേപോലെ തന്നെ ബേസ് എന്താണോ അത് തന്നെ ആയിരിക്കും ടോപ്പിലും ഉണ്ടാവുക. അപ്പൊ 2a സ്ക്വയർ ഈ കർവ്ഡ് സർഫസ് ഏരിയന്റെ കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ കിട്ടും. ഇങ്ങനെ പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിനും കൂടെ ഒറ്റ ഇക്വേഷൻ പഠിച്ചാൽ മതി. എന്ന് വെച്ചാൽ ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് അതായിരിക്കും കർവ്ഡ് സർഫസ് ഏരിയയുടെ ഇക്വേഷൻ. പിന്നെ നമുക്ക് കാണാനുള്ളത് ഒരു സിലിണ്ടർ ആണെങ്കിൽ ബേസ് പെരിമീറ്റർ, സിലിണ്ടറിന്റെ ബേസ് എന്താണ്? സർക്കിൾ ആണ്. സർക്കിളിന്റെ സർക്കംഫറൻസ് 2πr ഇൻറ്റു h ആയിരിക്കും അതിന്റെ പാർശ്വ വിസ്തീർണം, പാർശ്വ ഉപരിതല വിസ്തീർണം. അടുത്തൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് വിചാരിക്കാം. ഇക്വലാറ്ററൽ ട്രയാങ്കുലർ പ്രിസം ആണെങ്കിൽ അതിന്റെ കർവ്ഡ് സർഫസ് ഏരിയ വരുന്നത് ബേസ് പെരിമീറ്റർ എന്താ വരിക? 3a ഇൻറ്റു ഹൈറ്റ് ആയിരിക്കും അതിന്റെ പാർശ്വതല വിസ്തീർണം, ഉപരിതല വിസ്തീർണം. ടോട്ടൽ സർഫസ് ഏരിയ കാണാൻ ബേസിൻ്റെത് ആഡ് ചെയ്യാൻ മറക്കരുത്. അടുത്ത് വരുന്നത് സ്തൂപികകളാണ്. പ്രധാനമായിട്ടും വൃത്തസ്തൂപികയും സമചതുര സ്തൂപികയും. ഇവയിൽ പഠിക്കാനുള്ളത് ഇവയുടെ വ്യാപ്തം, അതുപോലെ തന്നെ സർഫസ് ഏരിയ, പിന്നെ വരുന്നത് ഇവയുടെ ഹൈറ്റ്, റേഡിയസ്, സ്ലാൻ ഹൈറ്റ്, ഇവ തമ്മിലുള്ള കണക്ഷൻ. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം കോണ് നോക്കാം. കോണിന്റെ വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/3 πr²h ആണ്. ഒരു പ്രിസത്തിന്റെ, സർക്കുലർ പ്രിസത്തിന്റെ 1/3 ടൈംസ് ആയിരിക്കും, സെയിം ഹൈറ്റ് ഉള്ള പ്രിസത്തിന്റെ 1/3 ടൈംസ് ആയിരിക്കും കോണിന്റെ വോളിയം വരുന്നത്. അപ്പൊ 1/3 ഇൻറ്റു πr²h. h എന്ന് പറഞ്ഞാൽ കോണിന്റെ ഹൈറ്റ് ആണ് കേട്ടോ. പിന്നെ നമുക്ക് നോക്കാനുള്ളത്
സർഫസ് ഏരിയ ആദ്യം നോക്കേണ്ടത് കർവ്ഡ് സർഫസ് ഏരിയ. കർവ്ഡ് സർഫസ് ഏരിയയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് പൈ ആർ എൽ ആണ് കർവ്ഡ് സർഫസ് ഏരിയയുടെ ഇക്വേഷൻ. പിന്നെ ടോട്ടൽ സർഫസ് ഏരിയ വരുന്നത് പൈ ആർ എൽ പ്ലസ് പൈ ആർ സ്ക്വയർ. പൈ ആർ കോമൺ ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ പൈ ആർ ഇൻറ്റു ആർ പ്ലസ് എൽ ആണ് ടോട്ടൽ സർഫസ് ഏരിയ വരുന്നത്. പിന്നെ ഉള്ളത് ഇവിടെ ഒരു പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാനുണ്ട്. ഇതിന്റെ പാർശ്വോന്നതിയും സ്തൂപികയുടെ ഹൈറ്റും ആരവും തമ്മിലുള്ള കണക്ഷൻ ആണത്. ഇതൊരു മട്ട ത്രികോണമാണ്. അതിന്റെ വലിയ വശം എല്ലും രണ്ട് ലംബ വശങ്ങൾ ആറും എച്ചും ആണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. ഇത്രയാണ് കോണിൽ നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് വൺ പിരമിഡ്, സ്ക്വയർ പിരമിഡ്. സ്ക്വയർ പിരമിഡിൽ സെയിം വോളിയം സെയിം തന്നെയാണ്. 1/3 ടൈംസ് ആയിരിക്കും. ഒരു സ്ക്വയർ പ്രിസത്തിന്റെ വോളിയത്തിന്റെ 1/3 ടൈംസ് ആണ് അതേ ഹൈറ്റ് ഉള്ള സ്ക്വയർ പിരമിഡിന്റെ വോളിയം വരുന്നത്. അപ്പോൾ വോളിയം ഇസ് ഈക്വൽ ടു 1/3 ഇൻറ്റു എ സ്ക്വയർ എച്ച്. അടുത്ത് വരുന്നത് സർഫസ് ഏരിയ. ഫസ്റ്റ് നമുക്ക് കർവ്ഡ് സർഫസ് ഏരിയ നോക്കാം. കർവ്ഡ് സർഫസ് ഏരിയയിൽ കർവ്ഡ് പോർഷൻ നോക്കുകയാണെങ്കിൽ പാർശ്വമുഖങ്ങളെല്ലാം ത്രികോണങ്ങളാണ്. അപ്പോൾ ഓരോ ത്രികോണത്തിന്റെയും വിസ്തീർണം എടുത്തിട്ട് ആഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് നോക്കാം. ഈ ഒരു ത്രികോണം എടുത്താല് ഇതിന്റെ പാദം വരുന്നത് എയും ഹൈറ്റ് വരുന്നത് ഈ ത്രികോണത്തിന്റെ ഹൈറ്റ് വരുന്നത് എല്ലും ആണ്. അങ്ങനെ ഒരു ത്രികോണത്തിന്റെ ഏരിയ വരുന്നത് ഹാഫ് എ എൽ ആണ്. അങ്ങനത്തെ 4 ത്രികോണങ്ങൾ ചേർന്നതാണ്. അപ്പോൾ കർവ്ഡ് സർഫസ് ഏരിയ വരുന്നത് 2AL ആയിരിക്കും. 4 ഇൻറ്റു ഹാഫ് എ എൽ ചെയ്താൽ 2AL കിട്ടും. ടോട്ടൽ സർഫസ് ഏരിയ കാണാനാണെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ ഇതിന്റെ ബേസും കൂടെ ഉണ്ടായിരിക്കും. എ സ്ക്വയർ പ്ലസ് 2AL. നെക്സ്റ്റ് നമുക്ക് ഇതിലെങ്ങനെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാന്ന് നോക്കാം. ആദ്യം ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്തൂപികയുടെ ഉള്ളിലൂടെയുള്ള ഹൈറ്റ് ആണ്. നേരെ അതിന്റെ സെന്ററിലൂടെ പോകുന്ന ലൈനാണ് ഈ എച്ച് എന്ന് പറയുന്ന ലൈന്. അപ്പൊ ഇവിടെ ഒരു മട്ട ത്രികോണം ഉണ്ടാക്കുകയാണെങ്കിൽ എച്ച് ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ a/2 ആയിരിക്കും. ഇതിന്റെ വലിയ വശമായിട്ട് വരുന്നത് പാർശ്വോന്നതി അഥവാ എൽ എന്നുള്ളതാണ് പാർശ്വോന്നതി ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് a/2 ഹോൾ സ്ക്വയർ. ഇവിടെ വേറൊരു ടേമും കൂടി ഉണ്ട്, പാർശ്വവക്ക് എന്ന് പറയും. ഇ എന്നാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ പാർശ്വവക്ക് എന്ന് പറയുന്നത് ഇതാണ് പാർശ്വവക്ക്. അതിന്റെ എഡ്ജാണ് പാർശ്വവക്ക്. ഇത് ഒരു മട്ടത്രികോണത്തിന്റെ വശമായിട്ട് വരികയാണെങ്കിൽ അതിന്റെ ലംബവശങ്ങൾ ഏതൊക്കെയാ വരുന്നത്? അതിന്റെ ലംബവശങ്ങൾ ഒന്ന് പാർശ്വോന്നതിയും മറ്റേത് ഇതിന്റെ പാദവക്കിന്റെ പകുതിയാണ് വരുന്നത്. അപ്പോൾ എല്ലും a/2 ആണ് രണ്ട് ലംബവശങ്ങൾ. അതിന്റെ കർണം വരുന്നത് പാർശ്വവക്ക് അഥവാ ഇ ആണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് a/2 ഹോൾ സ്ക്വയർ. ഈ രണ്ട് ടേംസ് തമ്മിൽ മാറിപ്പോകരുത്. ഒന്ന് പാർശ്വോന്നതിയാണ്, സാധാരണയായി എൽ എന്ന് വെച്ച് ഡിനോട്ട് ചെയ്യും. മറ്റേത് പാർശ്വവക്കാണ്, അത് ഇ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് രണ്ട് സ്പെഷ്യൽ കേസ് ആയിട്ടുള്ള ഗോളങ്ങൾ സ്ഫിയറും ഹെമിസ്ഫിയറും നോക്കാം. സിമ്പിൾ ആണ്, എല്ലാവർക്കും അറിയുന്ന കേസാണ്. ഫസ്റ്റ് വൺ സ്ഫിയർ. സ്ഫിയറിന്റെ വോളിയം 4/3 πr3. നെക്സ്റ്റ് വൺ സർഫസ് ഏരിയ. സർഫസ് ഏരിയ വരുന്നത് 4 πr² ആണ്. ഇനി ഹെമിസ്ഫിയർ. ഹെമിസ്ഫിയറിന്റെ വോളിയം ഇതിന്റെ ഹാഫ് 2/3 πr3. പിന്നെ അതിന്റെ സർഫസ് ഏരിയ കർവ്ഡ് പോർഷൻ്റെത് ഇതിന്റെ ഹാഫ് തന്നെ, അത് 2 πr² പ്ലസ് ഈ ബേസിന്റെ ഏരിയ πr². അപ്പൊ ടോട്ടൽ സർഫസ് ഏരിയ വരുന്നത് 3 πr² ആണ് ഹെമിസ്ഫിയറിന്റെ സർഫസ് ഏരിയ വരുന്നത്. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാം. ഇതാണ് എ വാട്ടർ ട്രഫ് ഇൻ ദ ഷേപ്പ് ഓഫ് എ പ്രിസം ഹാസ് ട്രപ്പിസോയിഡൽ ഫേസസ്. The dimensions of a base are shown in this picture. ഇവിടെ ഫിഗർ തന്നിട്ടുണ്ട്. പിന്നെ the length of the trough is 80 centimeters. It is to be painted inside and outside. How much would be the cost at 100 rupees per square meter? എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു വാട്ടർ ട്രഫ്, ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്.
അത് ട്രപ്പിസോയിഡൽ ഫേസസ് ആണ്. അതിന്റെ ബേസ് തന്നിട്ടുണ്ട്. ബേസിന്റെ ഡയമെൻഷൻസ് ഇതാണ്. 50 ഒരു ട്രപ്പിസോയിഡ് ആണ് ബേസ്. 50, 70 പാരലൽ സൈഡ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് 24 സെന്റിമീറ്ററും ആണ്. പിന്നെ അതിന്റെ ഈ ടാങ്കിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 80 സെന്റിമീറ്റർ ആണ്. ഹൈറ്റ് 80 സെന്റിമീറ്റർ ആണ്. ഈ ടാങ്ക് ഇൻസൈഡും ഔട്ട്സൈഡും പെയിന്റ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഒരു സ്ക്വയർ മീറ്ററിന്, ഒരു മീറ്റർ സ്ക്വയറിന് 100 റുപ്പീസ് എന്ന നിരക്കിൽ എത്ര രൂപയാകും ഈ ഒരു ടാങ്ക് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് പെയിന്റ് ചെയ്യാൻ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. എന്താ കാണാൻ പറഞ്ഞിട്ടുള്ളത്? ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് പെയിന്റ് ചെയ്യാണെങ്കിൽ എത്ര രൂപയാകും എന്നുള്ളതാണ്. അപ്പൊ പെയിന്റ് ചെയ്യാണ്. അപ്പൊ അതിന്റെ സർഫസ് ഏരിയ എത്രത്തോളം സർഫസ് ഉണ്ട് അത് മൊത്തം നമ്മൾ പെയിന്റ് ചെയ്യും, ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ്. അപ്പൊ അതാണ് നമുക്ക് കാണുന്നത്. സർഫസ് ഏരിയ കാണാൻ നമ്മൾ എന്താ, കർവ്ഡ് സർഫസ് ഏരിയ കാണാൻ നമ്മൾ എന്താ പറഞ്ഞത്, ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ബേസ്. ഇതിന്റെ ബേസ് പെരിമീറ്റർ നമുക്ക് കണ്ടുപിടിക്കണം. ഇപ്പൊ നമുക്ക് 2 പാരലൽ സൈഡ്സ് മാത്രമേ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. ഇത് 50 സെന്റിമീറ്ററും ഇത് 70 സെന്റിമീറ്ററും ആണ്. ഇനി നമുക്ക് ഈ ഈ ട്രപ്പീസിയത്തിന്റെ ചെരിഞ്ഞിരിക്കുന്ന ഭാഗം 2 സ്ലാൻഡ് ലെങ്ത്തുകൾ കൂടി കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. ഈ ട്രപ്പീസിയത്തിന് നമ്മൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, 2 പാരലൽ സൈഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 24 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഒരു സൈഡ് 70യും ഒരു സൈഡ് 50യും ആണ്. നമുക്ക് ഈ 50ന്റെ 2 എഡ്ജിൽ നിന്നും ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ വരയ്ക്കാം. ഇങ്ങനെ 2 പെർപെൻഡിക്കുലർ വരച്ചിട്ടുണ്ടെങ്കിൽ ഇത് 50 ആണെങ്കിൽ ഈ ലെങ്ത്തും 50 ആയിരിക്കും. 70യിൽ ഈ ലെങ്ത് 50 ആണെങ്കിൽ റിമൈനിങ് 20യിൽ ഇത് 10ഉം ഇത് 10ഉം ആയിരിക്കും. അങ്ങനെയാകുമ്പോൾ ടോട്ടൽ ലെങ്ത് 70 ആവും. ഈക്വലൈസ് ചെയ്ത് പോകും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ലെങ്ത്തിന്റെ നീളമാണ്. നമുക്ക് പൈതഗോറസ് അപ്ലൈ ചെയ്യാം. ഇത് 10, ഇത് 24. കാരണം കണ്ടുപിടിക്കല്ലേ വേണ്ടത്. 24 സ്ക്വയർ പ്ലസ് 10 സ്ക്വയർ 576 പ്ലസ് 100 676 വരും. അതെന്താണ്? അത് 26ന്റെ സ്ക്വയർ ആണ്. അപ്പോൾ ഈ ലെങ്ത്തിന്റെ നീളം കിട്ടി 26. ഇവിടെയും 26. ഇനി നമുക്ക് ബേസ് പെരിമീറ്റർ കണ്ടുപിടിക്കാൻ നല്ല ഈസിയാണ്. എല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ 26 പ്ലസ് 26 52, 52 പ്ലസ് 50 102, 102 പ്ലസ് 70. അപ്പോൾ ടോട്ടൽ ബേസ് പെരിമീറ്റർ വരുന്നത്, ബേസ് പെരിമീറ്റർ 50 പ്ലസ് 26 പ്ലസ് 26 പ്ലസ് 70 172 എന്ന് വരും. 172 എന്ന് വരും. ഇതാണ് ബേസ് പെരിമീറ്റർ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കർവ്ഡ് സർഫസ് ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. കർവ്ഡ് സർഫസ് ഏരിയ ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മീറ്റർ സ്ക്വയറിലോട്ട് കൺവേർട്ട് ചെയ്യണം. കാരണം നമ്മൾക്ക് ഒരു മീറ്റർ സ്ക്വയറിന് ഇത്ര രൂപ 100 റുപ്പീസ് എന്നാണ് ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 172 സെന്റിമീറ്റർ നമുക്ക് 1.72 മീറ്റർ എന്ന് എഴുതാം. പിന്നെ ഹൈറ്റ് 80 സെന്റിമീറ്റർ ആണ്. അത് നമുക്ക് 0.8 മീറ്റർ എന്നും എഴുതാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് പെയിന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സൈഡ് മാത്രം കണ്ടാൽ പോരാ, 2 സൈഡിലും ഹൈറ്റ് എടുക്കണം. അപ്പോൾ ടോട്ടൽ ഹൈറ്റ്, ഒരു പുറം ഭാഗം പെയിന്റ് ചെയ്യുമ്പോൾ 0.8 മീറ്ററും ഉൾഭാഗം പെയിന്റ് ചെയ്യുന്ന സമയത്ത് 0.8 മീറ്ററും ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഹൈറ്റ് വരുന്നത് 0.8 പ്ലസ് 0.8 1.6 മീറ്റർ ആണ്. 1.6 മീറ്റർ ആണ് ഹൈറ്റ് വരുന്നത്. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ടോട്ടൽ കർവ്ഡ് സർഫസ് ഏരിയ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ്, കർവ്ഡ് സർഫസ് ഏരിയ ഇൻ ആൻഡ് ഔട്ട് എന്താ വരുന്നത്? 1.6 ഇൻറ്റു 1.72 ആണ് വരുന്നത്. ഇത് നമുക്ക് കിട്ടുന്നത് 2.752 മീറ്റർ സ്ക്വയർ എന്നാണ് ഇത് കിട്ടുന്നത്. എന്ന് വെച്ചാൽ 2.752 മീറ്റർ സ്ക്വയർ ആണ് ടോട്ടൽ നമ്മൾ പെയിന്റ് ചെയ്തത്. ഇനി നമുക്ക് ഒരു മീറ്റർ സ്ക്വയറിന് 100 റുപ്പീസ് എന്നുള്ളതാണ് കോസ്റ്റ്. അപ്പൊ 2.752 മീറ്റർ സ്ക്വയറിന് ടോട്ടൽ കോസ്റ്റ് എത്രയാണ് വരുന്നത്? ടോട്ടൽ കോസ്റ്റ് ഇൻറ്റു 100 ചെയ്താൽ മതി. 2.752 ഇൻറ്റു 100 275.2 റുപ്പീസ് ആണ് ടോട്ടൽ ഈ വാട്ടർ ടാങ്ക് പെയിന്റ് ചെയ്യാൻ നമുക്ക് ചിലവാകുന്ന തുക. അടുത്ത ക്വസ്റ്റ്യൻ, 49 ഇൻറ്റു 33 ഇൻറ്റു 24 സെന്റിമീറ്റർ അളവ് വരുന്ന ഒരു ഇരുമ്പിൻ കഷണത്തെ ഗോളാകൃതിയിൽ മാറ്റിയാൽ ഗോളത്തിന്റെ ആരം എത്ര?
ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ 30 സെന്റിമീറ്റർ, ബി 35 സെന്റിമീറ്റർ, സി 21 സെന്റിമീറ്റർ, ഡി 28 സെന്റിമീറ്റർ. എന്താണ്? ഒരു ഇരുമ്പിൻ കഷ്ണമാണ്. അതിൻ്റെ ഡയമെൻഷൻ തന്നിട്ടുണ്ട്. 49 ഇൻറ്റു 33 ഇൻറ്റു 24. നീളം, വീതി, ഉയരമായിരിക്കും. ഇത്രയും സെന്റിമീറ്റർ ഡയമെൻഷൻ ഉള്ള ഒരു ഇരുമ്പിൻ കഷ്ണത്തെ ഗോളാകൃതിയിലോട്ട് മാറ്റുകയാണ്. ആ ഗോളാകൃതിയിലോട്ട് മാറ്റുന്ന സമയത്ത് അതിന്റെ ആരം എത്രയാണെന്നാണ് നമുക്ക് കാണേണ്ടത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പലതും വരാറുണ്ട്. എന്ന് വെച്ചാൽ ഒരു വലിയ ഗോളിനെ ഉരുക്കിയിട്ട് പല പല ക്യൂബ്സ് ആക്കി, ചെറിയ ചെറിയ ക്യൂബ്സ് ആക്കി, അല്ലെങ്കിൽ ഒരു ചതുരക്കട്ടേനെ ഉരുക്കിയിട്ട് സ്തൂപികയാക്കി. അപ്പൊ എത്ര സ്തൂപിക കാണണം? ഇവിടെയെല്ലാം നമ്മൾ ചെയ്യേണ്ടത് വോളിയത്തെ ഇക്വേറ്റ് ചെയ്യാണ്. ഈ ഉരുക്കിയ അതേ സാധനത്തിന് നമ്മൾ മറ്റു സാധനങ്ങളായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാകും. ചിലപ്പോൾ ഒരു നമ്പർ ആയിരിക്കാം, ചിലപ്പോൾ കുറെ നമ്പേഴ്സ് ആയിട്ട് മാറ്റിയിട്ടുണ്ടാകും, ചെറുതാക്കിയിട്ടുണ്ടാകും. അപ്പൊ ഇവിടെയെല്ലാം വോളിയത്തിനെ ഇക്വേറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇതിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ നീളം ഗുണിക്കണം വീതി ഗുണിക്കണം ഉയരം. അത് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കാണേണ്ടത് ഗോളത്തിന്റെ വോളിയാണ്. ഗോളത്തിന്റെ വോളിയം എന്താണ്? 4/3 പൈ ആർ ക്യൂബ്. ആർ ക്യൂബ് റേഡിയസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമ്മൾ പൈക്ക് 22/7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. /7. ഓക്കെ. ഇനി നമുക്ക് കോമൺ ആയിട്ട് എന്തായാലും നോക്കാം. 33, 22 രണ്ടിലും 11 കോമൺ ആണ്. 33 3 ടൈംസ്, 22 2 ടൈംസ്. ഓക്കെ. നെക്സ്റ്റ് വൺ 4 24 6 ടൈംസ്, 2 6 3 ടൈംസ്. അപ്പൊ എന്താണ്? 49 ഇൻറ്റു 3 ഇൻറ്റു 3 is equal to r cube by 3 into 7 എന്ന് കിട്ടി. ഇനി ആർ ക്യൂബിനെ മാത്രം അവിടെ നിർത്തിയിട്ട് 3 7 ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ 49 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു ഈ 3 7 ഇവിടെ വന്നാൽ 3 ഇൻറ്റു 7. നമുക്ക് ഈ 49നെ 7 സ്ക്വയർ എന്ന് എഴുതാം. 49നെ 7 സ്ക്വയർ എന്ന് എഴുതാം. 7 സ്ക്വയർ ഇൻറ്റു 7 ക്യൂബ് ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 ക്യൂബ് ഇസ് ഈക്വൽ ടു ആർ ക്യൂബ്. അപ്പൊ ആർ ക്യൂബ് എന്താണ്? 21 ക്യൂബാണ്. 7 ക്യൂബിന്റെ 3 ക്യൂബിനെ നമുക്ക് 21 ക്യൂബ് എന്ന് എഴുതാം. അപ്പോൾ എന്താണ് അതിനർത്ഥം? ആർ ഇസ് ഈക്വൽ ടു 21 സെന്റിമീറ്റർ ആയിരിക്കും ആ സ്ഫിയറിന്റെ ആരം. ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A hollow prism of base a square of side 16 centimeters contains water 10 centimeter high. If a solid cube of side 8 centimeters is immersed in it, by how much would the water level rise? എന്താ ക്വസ്റ്റ്യൻ? ഒരു ഹോളോ പ്രിസം ഉണ്ട്. അതിന്റെ ബേസ് സ്ക്വയർ ആണ്. ഈ സ്ക്വയറിന്റെ ഒരു സൈഡ് 16 സെന്റിമീറ്റർ ആണ്. ഈ ഹോളോ പ്രിസത്തില് 10 സെന്റിമീറ്റർ ഹൈറ്റിൽ വരെ വെള്ളമുണ്ട്. പിന്നെ നമ്മൾ 8 സെന്റിമീറ്റർ വശമുള്ള ഒരു ക്യൂബ് അതിൽ ഇമ്മേഴ്സ് ചെയ്യുന്നു. ഈ ഇമ്മേഴ്സ് ചെയ്ത സമയത്ത് വാട്ടർ ലെവൽ റൈസ് ചെയ്യും. ഈ റൈസ് ചെയ്യുന്നത് എത്ര സെന്റിമീറ്റർ ആണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതാണ് നമ്മുടെ ഹോളോ പ്രിസം. ഈ ഹോളോ പ്രിസത്തിന്റെ ബേസ് സ്ക്വയർ ആണ്. 16 സെന്റിമീറ്റർ വശമുള്ള ഒരു സമചതുരാണ് ഇതിന്റെ ബേസ്. ഇതിൽ 10 സെന്റിമീറ്റർ ഹൈറ്റില് ഇപ്പൊ വെള്ളമുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ഒരു ക്യൂബ് ഇമ്മേഴ്സ് ചെയ്യാണ്. ഒരു ക്യൂബ് ഇതിനകത്ത് ഇട്ടു. ഈ ക്യൂബിന്റെ ഒരു വശത്തിന്റെ നീളം തന്നിട്ടുണ്ട്, അത് 8 ആണ്. ഈ ക്യൂബ് ഇതിലോട്ട് ഇടുന്ന സമയത്ത് വാട്ടർ ലെവൽ റൈസ് ചെയ്യും. ഇങ്ങനെ റൈസ് ചെയ്ത വാട്ടർ ലെവലിന്റെ ഹൈറ്റ് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ക്യൂബ് അതിനോട്ട് ഇടുമ്പോൾ ആ ക്യൂബിനെ ഓക്യുപ്പൈ ചെയ്യാനുള്ള സ്പേസ് വേണം. അത്രയും സ്പേസ് വെള്ളമായിരിക്കും മുകളിലോട്ട് പൊന്നുന്നത്. അതെന്ന് വെച്ചാൽ ക്യൂബിന്റെ വ്യാപ്തം എത്രയാണോ അതായിരിക്കും ഈ ഉയർന്ന വാട്ടർ ലെവല്, പൊന്തിയ വാട്ടർ ലെവലില്ലേ അതിന്റെ വ്യാപ്തം. അത് തമ്മിൽ ഇക്വേറ്റ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് നോക്കാം ക്യൂബിന്റെ വോളിയം എന്താ. ക്യൂബിന്റെ വോളിയം എ ക്യൂബ് 8 ഇൻറ്റു 8 ആണ് ക്യൂബിന്റെ വോളിയം. പിന്നെ ഈ പൊന്തിയ വാട്ടർ ലെവലില്ലേ അതിന്റെ വോളിയം കണ്ടുപിടിക്കണം. അപ്പോൾ എ സ്ക്വയർ ഇൻറ്റു ഹൈറ്റ്, ഈ പുതിയ ഉയരം. എ സ്ക്വയർ എന്താ? 16 ആണ്. 16 ഇൻറ്റു 16 ഇൻറ്റു എച്ച്. ഇതിൽ ക്യാൻസൽ ചെയ്ത് പോവുകയാണെങ്കിൽ 2 ടൈംസ് 2 ഇൻറ്റു 2 4
4 8 2 പ്രാവശ്യം. അപ്പോൾ എന്താണ് ഹൈറ്റ് ഇസ് ഈക്വൽ ടു 2 സെന്റിമീറ്റർ. 8 സെന്റിമീറ്റർ വശമുള്ള ഒരു ക്യൂബ് ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ വെള്ളം 10 സെന്റിമീറ്റർ എന്നുള്ളതിൽ നിന്ന് 12 സെന്റിമീറ്ററിലോട്ട് മാറും. എന്ന് വെച്ചാൽ പൊന്തിയത് എത്രയാണ്? 2 സെന്റിമീറ്റർ ആണ് ഉയർന്നിട്ടുള്ളത്. ഇത്രയാണ് ജിയോമെട്രിയിലെ സോളിഡ്സ് എന്ന ഭാഗത്ത് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. നിങ്ങൾക്കറിയാം സമയം വളരെ കുറവായതുകൊണ്ട് തന്നെ മാക്സിമം കാര്യങ്ങളെ ബ്രീഫ് ആക്കിയിട്ടാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ മാത്രം തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതിനോട് ബന്ധപ്പെട്ട് കൂടുതൽ പ്രോബ്ലംസ് അടങ്ങിയ ഒരു വർക്ക്ഷീറ്റ് പ്രൊവൈഡ് ചെയ്യാം. അത് നന്നായിട്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം.